ഇനി പ്രവാസ ലോകത്തെ വാർത്തകൾ നോക്കാം. യമൻ തെക്കൻ തീരത്ത് സായുധ സംഘം എണ്ണക്കപ്പൽ തട്ടിയെടുത്തതായി റിപ്പോർട്ട്. MT യുറേക്ക എന്ന കപ്പലാണ് സൊമാലിയയിൽ നിന്നുള്ള കടൽ കൊള്ളക്കാർ എന്ന് സംശയിക്കുന്ന സംഘം കൈക്കലാക്കിയത്. ഷൗബ പ്രവിശ്യയ്ക്ക് സമീപം നടന്ന സംഭവത്തിന് പിന്നാലെ കപ്പൽ സൊമാലിയൻ തീരം ലക്ഷ്യമാക്കി നീങ്ങുകയാണെന്ന് വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. ചെങ്കടലും ഗൾഫ് ഓഫ് ഏദൻ ഉൾപ്പെടുന്ന സമുദ്രമേഖലകളിലെ സുരക്ഷാ സാഹചര്യം വീണ്ടും ചർച്ചയാകാൻ ഈ സംഭവം ഇടയാക്കി. കഴിഞ്ഞ മാസങ്ങളിൽ ഹൂതി വിമതർ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ സംഭവം സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ തിരിച്ചുവരവാണോ എന്ന സംശയം ശക്തമാക്കുന്നു. മേഖലയിൽ 10 ദിവസത്തിനുള്ളിൽ നടക്കുന്ന രണ്ടാമത്തെ കപ്പൽ റാഞ്ചലാണിത്. ടോഗോ പതാക വഹിക്കുന്ന കപ്പലിൽ എത്ര ജീവനക്കാരുണ്ടെന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. നാവിക സുരക്ഷാ ഏജൻസികൾ നൽകുന്ന വിവരം പ്രകാരം സായുധ സംഘം കപ്പലിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്തിട്ടുണ്ട്. അന്താരാഷ്ട്ര നാവികസേനകളും പ്രാദേശിക സുരക്ഷാ വിഭാഗങ്ങളും കപ്പലിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. സൊമാലിയൻ തീരത്തു നിന്നുള്ള കടൽക്കൊള്ള വർഷങ്ങൾക്ക് മുമ്പ് വലിയ പ്രതിസന്ധിയിലായിരുന്നു. 2011 ശേഷം കുറവുണ്ടായിരുന്നെങ്കിലും 2023 മുതൽ വീണ്ടും ഇത്തരം ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര ചരക്ക് ഗതാഗതത്തിനും എണ്ണ വിതരണത്തിനും ഈ സംഭവങ്ങൾ ഭീഷണിയാകുമെന്ന് വിലയിരുത്തുന്നു. കപ്പൽ വീണ്ടെടുക്കുന്നതിനായി നയതന്ത്ര ചർച്ചകളും സുരക്ഷാ നീക്കങ്ങളും ശക്തമാക്കിയതായി അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വ്യോമപാത പൂർണ്ണമായി തുറന്ന് UAE. ഇറാൻ US സംഘർഷത്തെ തുടർന്ന് ആഴ്ചകളോളം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് ശേഷമാണ് വ്യോമാതിർത്തി പൂർണ്ണമായും തുറക്കുന്നത്. ഇതോടെ വിമാന സർവീസുകൾക്ക് വലിയ ആശ്വാസം. UAE വ്യോമപാതയിലെ എല്ലാ നിയന്ത്രണങ്ങളും നീക്കി വ്യോമാതിർത്തി പൂർണ്ണമായും തുറന്നു. ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി നടത്തിയ സമഗ്ര അവലോകനത്തിന് ശേഷമാണ് ഈ നിർണായക തീരുമാനം. മേഖലയിലുണ്ടായിരുന്ന സംഘർഷാവസ്ഥ ശമിച്ചതും സുരക്ഷാ വിലയിരുത്തലുകൾ അനുകൂലമായതുമാണ് നടപടിക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ. ഇറാൻ ഇസ്രായേൽ US സംഘർഷാവസ്ഥയുമായി ബന്ധപ്പെട്ടും പ്രദേശത്ത് സുരക്ഷാ ആശങ്കകൾ ഉയർന്നിരുന്നു. ഇതിനെ തുടർന്ന് ഫെബ്രുവരി 28 മുതൽ UAE വ്യോമപാത പൂർണ്ണമായും അടച്ചിരുന്നു. പിന്നീട് സ്ഥിതി ഭാഗികമായി സാധാരണമായതോടെ നിയന്ത്രണങ്ങൾ ക്രമാതീതമായി ഇളവ് വരുത്തി. ഇപ്പോൾ വ്യോമാതിർത്തി പൂർണ്ണമായും തുറന്നതോടെ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക് മടങ്ങാൻ വഴിയൊരുങ്ങുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ UAE റൂട്ടിൽ കൂടുതൽ സർവീസുകൾ ആരംഭിക്കാൻ സാധ്യത ഉയർന്നിട്ടുണ്ട്. യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് എയർലൈൻ കമ്പനികൾ. വ്യോമയാന മേഖലയിൽ വലിയ തിരിച്ചുവരവിനാണ് ഈ തീരുമാനം വഴിയൊരുക്കുന്നത്. ചരക്കു ഗതാഗതവും ടൂറിസം മേഖലയിലും അടക്കം സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾക്ക് ഇതിലൂടെ ഗുണം ലഭിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. അതേസമയം ഭാവിയിൽ സമാന സാഹചര്യം ഉണ്ടാകാതിരിക്കാനായി സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. മേഖലയിലെ സ്ഥിതിഗതികൾ തുടർച്ചയായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമെന്നും ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.